വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് M&M കുക്കീസ്. ഞാൻ ഇതിനു മുമ്പ് കുക്കീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മാഞ്ഞാലി ചിക്കൻ ബിരിയാണി ഒരുപാട് പേര് 1ഉം 2ഉം തവണയല്ല 3 തവണയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഫോട്ടോസ് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് എന്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള M&M കുക്കീസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, കുറച്ച് മുതിർന്നവർക്കും ഇഷ്ടപ്പെട്ട M&M കുക്കീസ് തയ്യാറാക്കാം. ഇതിനു മുൻപ് ഞാൻ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം സെയിം റെസിപ്പി തന്നെയാണ്. എന്നാൽ പോലും M&M കുക്കീസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീനാസ് കറികളിൽ ഇല്ലാന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. 1.5 കപ്പ് മൈദയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കാം. അത് നന്നായി മിക്സ് ചെയ്യണം. അതല്ലെങ്കിൽ ഒന്ന് അരിപ്പയിൽ കൂടെ അരിച്ചെടുത്താലും മതിയാവും കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിതിൽ ഉപയോഗിക്കുന്ന ബട്ടറിന് ഉപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നത്. അതേസമയം നിങ്ങൾ ഉപയോഗിക്കുന്ന ബട്ടർ ഉപ്പുള്ളതാണെങ്കിൽ ഇതിലിനി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. മുട്ട നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ട വേണം ഉപയോഗിക്കാൻ. അതേസമയം മുട്ട അലർജി ആണെങ്കിൽ അതിന് പകരം റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഉപയോഗിച്ചാലും മതി. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ മുട്ട ചേർക്കുന്ന കാരണം ഒരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആണ്. ഞാൻ ടേബിൾ സ്പൂൺ കണക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ 6 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നോർമൽ ആയിട്ടുള്ള പഞ്ചസാര ഉപയോഗിച്ചാൽ മതി. ഇതിൽ ഞാൻ ഈ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് നോർമൽ പഞ്ചസാരയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബ്രൗൺ ഷുഗർ ഇല്ലാത്തവര് ആ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ എന്താ പറയുക, നല്ല ക്രിസ്പി ബിസ്ക്കറ്റ് അല്ല, ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചൂയി ടൈപ്പ് ബിസ്ക്കറ്റ് ആണ്, അതായത് കുക്കിയാണ്. അപ്പോൾ പഞ്ചസാര മാത്രം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കിയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെറും ഫോർക്ക് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യാം. അതേസമയം നമ്മുടെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര, നോർമൽ പഞ്ചസാര ഇടുന്നുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ. എന്നിട്ട് നോക്കിയിട്ട് മധുരം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇടാം. ആദ്യം തന്നെ ഒരുപാട് പഞ്ചസാര ഇടണ്ട. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ ഈ 4 ടേബിൾ സ്പൂണിന് പകരമായിട്ട് ഒരു 8 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉപയോഗിക്കാം കേട്ടോ ബ്രൗൺ ഷുഗറിന് പകരമായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് ബട്ടർ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1/2 കപ്പ്, അതായത് 100 ഗ്രാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ടോ. നമ്മൾ ഒരു ദിവസം മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കിച്ചൺ കൗണ്ടറിൽ വെച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും ബട്ടർ. അതേസമയം ഉരുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ട് മാക്സിമം ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ വെച്ചിട്ടോ നന്നായിട്ട് അത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഫോർക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതിന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, അത് കണ്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല, അതങ്ങനെ നോർമലാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ്. നമ്മളതിൽ മുട്ട ചേർത്ത കാരണം മാത്രമാണ് വാനില എസൻസ് ചേർക്കുന്നത്, അല്ലെങ്കിൽ വാനില എസൻസ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, പാലും മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് ഒഴിക്കുന്നില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചായിട്ട് നമ്മുടെ മൈദ ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്യാണ് കേട്ടോ. മൊത്തത്തിൽ മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഓവർ മിക്സിങ് പാടില്ല, അപ്പോൾ നമ്മുടെ കുക്കീസും ഭയങ്കര ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തിയെന്ന് ഉറപ്പ് വരുത്തുക, അത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് കുക്കീസ് ഇടുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് ചോക്ലേറ്റ് കുക്കീസ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് മൊത്തത്തിൽ M&M മാത്രം ഇട്ടാൽ മതിയാവും. ഇപ്പം ഇവിടെ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളത് കൊണ്ട്, കുട്ടികൾ ഇൻ ദ സെൻസ് നന്ദുവിന് കുറച്ച് ചോക്ലേറ്റ് ഞാൻ ഇതിലോട്ട് ഇടുന്നുണ്ട്. കറക്റ്റാണ് അളവ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. അതേസമയം വെള്ളം കൂടുതൽ പോലെ തോന്നാനും പാടില്ല. വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂൺ ഒക്കെ വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഡോ, അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുഴക്കേണ്ട. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ, കറക്റ്റ് മധുരമാണ്. ഞാൻ കുറച്ച് ചോക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് M&M കൂടി ഇടുന്നുണ്ട്. അതിന് കണക്കൊന്നുമില്ല. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ.
ഓക്കെ, അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം തന്നെ ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കുക്കീസ് ഉണ്ടാക്കി ബാക്കിയുള്ള മാവ് എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത വരും അല്ലേ? അങ്ങനെ വെച്ചാൽ നിങ്ങൾ ഫ്രീസറിൽ എടുത്ത് വെച്ചോളൂ. എന്നാണ് ഉണ്ടാക്കേണ്ടത്? കുറച്ച് നേരത്തെ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക. റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം വീണ്ടും എടുത്ത് ഷേപ്പ് ആക്കിയതിന് ശേഷം ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ ഇന്ന് ഇത് മുഴുവനും ബേക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നില്ല. നമുക്കൊരു ബേക്കിംഗ് ഷീറ്റിലോട്ട് ഇതങ്ങ് ഓരോന്നും കുക്കി ആയിട്ട് മാറ്റണം. അതിന് വേണ്ടി ഒരു ബേക്കിംഗ് ഷീറ്റുള്ള ട്രേ എടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ എടുക്കുക. അതിന് മുകളിൽ ബേക്കിംഗ് ഷീറ്റ് വിരിക്കുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അവൻ ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെ നമുക്ക് കടായിൽ വെച്ച് ചെയ്യുക. കടായിൽ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പവനിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണിൽ നമുക്ക് എപ്പോഴും ഈക്വൽ എമൗണ്ടിൽ എടുക്കുക. അപ്പോൾ എല്ലാ കുക്കീസിനും ഒരേ അളവായിരിക്കും. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കണക്ക് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ടേബിൾ സ്പൂണോ ഐസ്ക്രീം സ്കൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഉരുളെടുക്കുക. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുക. കയ്യിൽ വെച്ച് അങ്ങനെ ഉരുട്ടിയതിന് ശേഷം പ്രസ് ചെയ്യുക. അത് നമ്മുടെ ട്രേയിൽ വെക്കുക. ഇത് കുറച്ച് വലുതാവും നമ്മുടെ കുക്കി ബേക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഒന്നും കൂടെ എപ്പോഴും ഗ്യാപ്പ് വേണം. ഒരു കുക്കി മറ്റേ കുക്കിയിൽ തൊടാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കുക. ഇത് ഓവർ തിക്കായിട്ടുള്ള കുക്കിയല്ല, ആക്ച്വലി ഇത് തിന്നായിട്ടിരിക്കുന്ന കുക്കിയാണ്. അപ്പോൾ ഇത്രയും പരത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിലോട്ട് നമുക്ക് M&M വെച്ച് കൊടുക്കാം. M&M ഒരു പ്ലേറ്റ് ഞാനിവിടെ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കളർഫുള്ളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാ കളറും വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. M&Mന് പകരമായിട്ട് ജെംസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഈ ഒരു രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലൊരു 9 എണ്ണം വെക്കാനുള്ള സ്ഥലമേ കാണുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സെറ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത്ര 9 എണ്ണം മതിയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ റെഡിയാക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ 8 എണ്ണമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിതൊരു 8 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇതിന്റെ കുക്കിംഗ് ടൈം. പിന്നെ ഓരോ അവനനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ അവൻ. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിലോട്ടാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അതായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ നേരം റെഡിയാക്കാം. ചെറിയൊരു ഗോൾഡ് കളർ വരുന്ന സമയത്ത് നമ്മൾ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഈവൺ കടായിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കടായി പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. അതായത് കടായി തനിയെ ചൂടാക്കാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് 10 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തൊടുമ്പോൾ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. പക്ഷെ നിങ്ങളത് പേടിക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഈ ചൂട് തന്നെ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റോളം ഈ ട്രെയിൽ തന്നെ വെക്കുക. അതിന് ശേഷം ആകുമ്പോഴേക്കിനും കുറച്ചും കൂടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇപ്പോൾ എടുക്കാൻ പാടില്ല. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് പൊട്ടിപ്പോവും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുക ബാക്ക് സൈഡിൽ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത്രയുള്ള പരിപാടി. അതിനുശേഷം ചൂടാറിയതിന് ശേഷം അടച്ചെറുപ്പുള്ള കുപ്പിയിലിട്ട് വെക്കുക. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ ഈ കുക്കി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് പാൽ ഉപയോഗിച്ചാലും നന്നായിരിക്കും. അപ്പോൾ അത് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ കുക്കി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചൂടൊക്കെ ആറി. കണ്ടില്ലേ, ഇതിന്റെ ബാക്ക് സൈഡ് ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഓവനനുസരിച്ചും പിന്നെ ഇതിന്റെ തിക്നെസ് അനുസരിച്ചും ടൈമിൽ വ്യത്യാസം വരും. 8 മുതൽ 12 മിനിറ്റ് വരെ എടുക്കാം ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം 8 മിനിറ്റിൽ നോക്കുക. അതിനുശേഷം ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി സമയം വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. എൻ്റെ നന്ദുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു കുക്കിയാണ്. പുറത്തുനിന്നൊക്കെ സ്ഥിരം വാങ്ങിച്ച് കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പരിപാടി നിർത്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്ദുവിന് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണണ്ടേ? കണ്ടോ? അയ്യോ, ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുക. ആ ചോക്ലേറ്റ് ചിപ്പ് ഇട്ട കാരണം അതങ്ങനെ ഇരിപ്പുണ്ട്. ഉള്ളിലിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കട്ടിയല്ല, അങ്ങനെ ഒരു ചൂയി ടെക്സ്ചറാണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കുക്കിയാണ്. ഞാനങ്ങനെ മുറിച്ചപ്പോൾ അത് ഫോക്കസ് ആയില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നന്ദൂന് നമുക്ക് കൊടുക്കാം അല്ലേ? കഴിച്ചിട്ട് പറയണേ. ഇത് പെർഫെക്റ്റ് ആയിട്ടില്ലേ? അത് പറഞ്ഞ പോലെ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു തിക്നെസ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങുന്ന കുക്കി ഇങ്ങനെയല്ല ഇരിക്കുക, പക്ഷെ ടേസ്റ്റ് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആത്തൂന് വേണ്ടിയിട്ട് അമ്മ ആത്തൂൻ്റെ ഇഷ്ടപ്രകാരം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാപ്പി? താങ്ക് യു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. നന്ദു ഇവിടെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദു സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ തന്നെയായിരിക്കും. നന്ദു അങ്ങനെ പെട്ടെന്നൊന്നും സൂപ്പർ എന്ന് പറയുന്ന ഒരാളല്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക്, കുട്ടികൾക്ക് കൊടുക്കാം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായി റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.